ഓൺ ആയതുകൊണ്ട് കാണും. നിങ്ങളിവിടെ വന്നു നിന്നാൽ നിങ്ങളെ കാണും. നിങ്ങളിവിടെ വന്നു നിന്നാല് നിങ്ങളെ കാണും. ഇപ്പൊ എന്നെ കാണുമ്പോൾ എന്റെ മുഖം മാത്രമല്ലേ കാണുന്നുള്ളൂ അല്ലേ? നിങ്ങളെ വന്നു നിന്നാൽ നിങ്ങളുടെ മുഖം മാത്രമല്ല കാണുക, നിങ്ങളുടെ മുഖത്ത് ഒരു മാസ്ക് കേട്ടാ. അപ്പൊ മാസ്കില് ഒരു പേരെഴുതിയിരുന്നു, ചിഹ്നം ഉണ്ടാവും. അതെന്താണെന്ന് പറയണം. അതായിരിക്കും നിങ്ങളുടെ മനസ്സിലായോ? മനസ്സിലായോ? അല്ലേ? എന്താണ് എന്താ റിയാൽ എന്ന് പറഞ്ഞത്? വെർച്വൽ റിയാൽ. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം അല്ല, അതിന്റെ പേര് പറയാം. എന്താ GPS പേര് പറയാം. ഗ്ലോബൽ GPS പേര് ഗൂഗിൾ പേ. ഫസ്റ്റ് കുട്ടി ഏറ്റവും കുറവ് എത്ര? 20 അല്ല, 20 മുതൽ 40 വരെ. വെരി ഗുഡ്. -10 ആക്കി. ഓക്കെ, ഇനി ഈ കോഡ് എന്ത് ചെയ്യണം? ഇതിനുള്ളിൽ തന്നെ ഇടണം അല്ലേ? ഇനി ഒരു കോഡ് കൂടെ കൊടുക്കാനുണ്ട്. എന്താണ് കോഡ്? പറയുന്ന പോലെ ആദ്യം നൽകേണ്ട എവിടെ നൽകേണ്ടത്? കണ്ടോ?
ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. ഗെയിം കളിച്ചു, ആനിമേഷൻ ചെയ്തു, എല്ലാം നല്ല സെറ്റപ്പിലുള്ള ഈ റൂമിലിരുന്ന് നിങ്ങൾക്ക് സ്വതന്ത്രമായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലിറ്റിൽ കൈറ്റ്സ് രൂപീകരിച്ചത് മുതൽ നിങ്ങളെ തിരഞ്ഞെടുത്ത കുട്ടികളെ ഏറ്റവും നല്ല കമ്പ്യൂട്ടറിലും മറ്റു കാര്യങ്ങളിലും ഏറ്റവും താല്പര്യമുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളെ മറ്റുള്ള കുട്ടികൾക്ക് കിട്ടാത്ത അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഈ അവസരം നിങ്ങൾ കേവലം കുറച്ച് ഗ്രേസ് മാർക്ക് പുറമെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഭാവിയിൽ ഇത് ഏറ്റവും വലിയ നിങ്ങളുടെ ഭാവി ഉയർച്ചയ്ക്ക് വേണ്ടി ഇത് നിങ്ങൾ ഏറ്റവും ഉയർച്ചയ്ക്കുള്ള ഒരു കാര്യമാക്കി മാറ്റിയെടുക്കണം. അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക്. രണ്ടാമത് റോബോട്ടിക്സ് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, നേരത്തെ ചെയ്ത പ്രോഗ്രാമിംഗ്, അതുപോലത്തെ പ്രോഗ്രാമിംഗ് ആണ് രണ്ടാമത്തെ ഒരു ശാസ്ത്രം. മൂന്നാമത് അതിന് ഇപ്പോൾ പുതിയ കാലത്ത് അതിനോട് എന്തുകൂടെ ചേർക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മൂന്ന് സയൻസ് ഒന്നിച്ചു. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നില്ല, 10ാം ക്ലാസ്സിലെ പ്രോഗ്രാമിങ്ങിൽ ഉൾപ്പെടെ വരുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യും. ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ റോബോട്ടിക്സ് പ്രവർത്തിക്കുന്നത്. അതിനൊരു വളരെ ചെറിയൊരു മാതൃകയാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് റോബോട്ടിക്സ് ഒരു പഠന വിഷയമാക്കുന്നു. ഡിജിറ്റൽ പിൻ 8 അല്ലേ, സെർവോ ഇൻ 9-160 എന്നാൽ ഒന്നും പ്രവർത്തിക്കാത്ത സമയത്ത് ഈ സെർവോ ഒരു മോട്ടറാണ്. ഈ മോട്ടറിന്റെ പ്രത്യേകത വെച്ചാൽ 180 ഡിഗ്രിയിലാണ്. സാധാരണ മോട്ടറിന് 360 ഡിഗ്രി, നമ്മുടെ വീട്ടിലെ വെള്ളത്തിന് മോട്ടറിന് 360 ഡിഗ്രിയിലാണ്. ഇവിടെ ക്ലാസ്സിലെടുത്ത നബൂൽ നബ്സറിനും ഈ ക്യാമ്പ് നടത്തിയ രോഹിത് സാറിനും ഈ ക്യാമ്പിന് വേണ്ടി സഹായിച്ച എല്ലാ ടീച്ചർമാർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ നന്ദി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുന്നത്. വളരെ നല്ല ക്ലാസ്സസ് ആയിരുന്നു. എനിക്ക് ആനിമേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ കായിക മത്സരങ്ങൾ, കുട്ടികൾക്ക് കലാകായിക മേഖലകളിൽ അതുപോലെ ശാസ്ത്ര മേഖലകളിലുള്ള പ്രത്യേക കഴിവുകളെയും അഭിരുചികളെയും കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള 40 വരെ കുട്ടികളാണ് ഒരു ബാച്ച് ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയ 20 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ബാച്ച് അനുവദിക്കുള്ളൂ. ഇവിടെയൊക്കെ മാക്സിമം 40 കഴിഞ്ഞിട്ട് 41 കുട്ടി അല്ലേ, ഒരു കുട്ടി അധികം സാധാരണ രീതിയിൽ അങ്ങനെ കൊടുക്കാറുണ്ട്.